കൊടുവൻ പോറ്റി എന്ന് പറഞ്ഞ ക്യാരക്ടർ അൺപ്രഡിക്റ്റബിൾ ക്യാരക്ടറാണ്. പെട്ടെന്ന് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ദേഷ്യമാവും, പെട്ടെന്ന് കൂളാവും. നമുക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നമുക്കത് മനസ്സിലാക്കിയിട്ട് പുള്ളി ഡെലിവറി ചെയ്യുന്നതാണ്. ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ടോപ്പ് ആംഗിൾ ഷോട്ട് ഉണ്ട്, അതിൽ അർജുനൊക്കെ നിൽക്കുന്നത് എൻഡിലാണ്. എനിക്ക് ഒരു പോയിന്റിലെത്തിയപ്പോൾ ഞാൻ കൂടെ ഒന്ന് അങ്ങോട്ട് ഇങ്ങനെയാണ് നമുക്ക് കാണുമ്പോ പരന്ന് തോന്നും, പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോണത്. ഞാൻ എന്റെ ഇപ്പൊ എങ്ങനെ എന്റെ ആവുന്ന അവിടെ പാണനായിട്ട് നിങ്ങൾ ശരിക്കും ആ ക്യാരക്ടറിന് യോജിക്കുന്ന ആളാണെന്ന് നമ്മൾ ആവർത്തിച്ച് പറയാറുണ്ട്. ചേട്ടന് തോന്നിയിരുന്നു? തീർച്ചയായിട്ടും. ഓൾറെഡി വിധേയത്വം പരിപാടിയൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് അങ്ങനത്തെ ഒരു ഹഞ്ചും പരിപാടിയും. പിന്നെ ഇങ്ങനെ ഇരിക്കുമല്ലോ എല്ലാവരുടെ അടുത്തും നിൽക്കുക. രോമാഞ്ചം ഭയങ്കര ലക്കിനാവുന്ന ക്യാരക്ടറാണ്. പിന്നെ വരത്തൻ ബിടെക് വൻ ലക്കിനാണ്. കാരണം മന്ദാരം ചെയ്യുമ്പോഴാണ് ആസിഫ് കെയും മൃദുലേട്ടനും എന്നെ കണ്ടിട്ട് അതിലേക്ക് വിളിക്കുന്നത്. പിന്നെ ബ്രഹ്മയുഗം ലക്കിനാവുന്ന ക്യാരക്ടറാണ്. അപ്പൊ അങ്ങനെ ലക്കാണ്. ചവയ്ക്കുന്ന സംഭവമില്ലേ, രസമായിട്ട് വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ചവച്ചാലോ എന്ന് തോന്നിച്ച് വർക്ക്ഔട്ട് ചെയ്ത ക്യാരക്ടറിന്റെ ഒക്കെ ഒരു അഡീഷൻ ആയിരുന്നു അത്. വെറ്റിലയിലൂടെ അല്ലെങ്കിൽ ആ ഒരു ലഹരിയിൽ ഇങ്ങനെ നിൽക്കുന്നു, കുറച്ച് സബ്ഡ്യൂഡ് ആയിട്ട്. അതുകൊണ്ടായിരിക്കാം എന്നുള്ളതിൻ്റെ ഒരു സാധനമൊക്കെ കണ്ടുപിടിക്കില്ല. നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ചില സാധനങ്ങളാണ്. ഫീൽ സോ ഹാപ്പി വെൻ പീപ്പിൾ അപ്രീഷിയേറ്റ്. ഈ രണ്ടുപേരും കൂടെ മമ്മൂക്കയുടെ അഭിനയം കാണുന്ന സമയത്ത് മുമ്പിൽ സ്ട്രൈറ്റ് നമുക്ക് കളറിൽ കാണാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ സുഖമായിട്ട് തോന്നിയത്. അടിപൊളിയായിരുന്നു. കാരണം അച്ഛൻ കമന്റ് പറഞ്ഞു എന്താണ് പ്രൗഡായിരുന്നു. പ്രൗഡ് ഓഫ് യു മൈ സൺ. ഞാൻ കണ്ട് സംസാരിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഡിസ്കഷൻ ഒന്നും ഇല്ല പടങ്ങളെ പറ്റി. പിന്നെ നന്നായിട്ടുണ്ടെങ്കിൽ നന്നായി എന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. കരിയർ ബെസ്റ്റാന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് കിട്ടിയത് രോമാഞ്ചത്തിനാണത്. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ കൂടുതലായിട്ട് ഈ തള്ളി മറിക്കേണ്ട ആവശ്യമില്ല. കാര്യമായിട്ട് പറഞ്ഞാൽ പോലെ അച്ഛനല്ലേ. ഞാൻ ഭയങ്കര ഫാൻ ബോയ് ആയിരുന്നു. സുശീൽ ചേട്ടൻ ഭയങ്കര ഫാൻ ബോയ് ആയിരുന്നു. സുശീൽ ചേട്ടനെ കണ്ടുപിടിക്കാനുള്ള പരിപാടികൾ സ്റ്റുഡിയോയിലൊക്കെ ചോദിക്കും, സുശീൽ ശ്യാമിനെ അറിയോ, ഇവിടെ വരാറുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഭ്രമയുഗത്തിന്റെ വിജയവിശേഷങ്ങളുമായി ടീം നമുക്കൊപ്പം ഉണ്ട്. സിദ്ധാർത്ഥ് ഭരതനുണ്ട്, രാഹുൽ ഉണ്ട്, അതേപോലെ അർജുൻ അശോകനുണ്ട്, ക്രിസ്റ്റോ. ഹായ്. കാരണം ക്രിസ്റ്റോയ്ക്ക് ഒരു പ്രത്യേക നന്ദിയുണ്ട്. സൗണ്ട് ഡിസൈനും മ്യൂസിക്കും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൗണ്ട് ഡിസൈൻ ഞാനല്ല, എനിക്ക് മനസ്സിലായി. അപ്പോൾ ശരിക്കും ഭ്രമയുഗം ഭ്രമിപ്പിച്ച് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ആദ്യം ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കളർ പടമാക്കിയതിന് എല്ലാവർക്കും ഒരു അഭിനന്ദനം. കാരണം അത്രയ്ക്ക് നിറഞ്ഞോടുന്നുണ്ട്. എല്ലാവരും ആ തരത്തിൽ ആസ്വദിക്കുന്നുമുണ്ട്. പലതരത്തിൽ ഇതിനെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് കമേഴ്സ്യൽ ആസ്പെക്റ്റിൽ സിനിമ തിയേറ്ററിൽ നന്നായിട്ട് ഓടുമ്പോൾ തന്നെ അതിൻ്റെ ക്രിയേറ്റീവ് സൈഡിനെ കുറിച്ച് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ സിനിമ കണ്ടതിന് ശേഷം ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് സംസാരിക്കുന്ന ആളോട് സിദ്ധാർത്ഥ് ഭരതൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ ആദ്യം വിളിച്ച ആളിനോട് സംസാരിച്ചത്. കാരണം മമ്മൂക്ക ഓൾറെഡി തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിൽ അതിനപ്പുറത്തേക്ക് ചില മാനറിസംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സിനിമകൾ പുള്ളി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ സിദ്ധാർത്ഥിനെ അവിടുത്തെ ഒരു അടുക്കളക്കാരനായി നമ്മൾ കാണുമ്പോണ്ടല്ലോ, അത് ആ വീടിന് യോജിക്കുന്ന കളറിന് യോജിക്കുന്ന ഒരാൾ. സൂപ്പർ കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ശരിക്കും എനിക്ക് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ്. പക്ഷെ അത് ത്രില്ലർ ജോണറിലാണ് പറഞ്ഞേക്കുന്നത്. ആ ത്രില്ല് അവസാനം വരെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഭൂതകാലം നമ്മൾ കണ്ടപ്പോൾ ഞാൻ പേടിച്ച സിനിമയാണ് ഭൂതകാലം. അതിൻ്റെ നമ്മളെ ഉള്ളിൽ വന്നിട്ട് സ്പർശിച്ച സിനിമയാണ്. ഇത് അത്രയേറെ അങ്ങനെയല്ല പേടിപ്പിച്ചതെങ്കിലും എനിക്ക് ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ ഏത് ജോണറിലാണ് സിനിമ പറഞ്ഞത്? ജോണർ ഹൊററാണ്, പക്ഷെ അതൊരു മെറ്റഫറായിട്ട് വേണമെങ്കിൽ കാണാം. അതിൻ്റെ ഒരു ഡിസ്ഗൈസ് ആയിട്ട് കാണാം. പക്ഷെ അതിൻ്റെ ഒരു ഡീപ്പർ തിങ്കിങ് ഡിഗ് ചെയ്ത് നോക്കിയാൽ മേ ബി ഒരു ചെറിയൊരു പൊളിറ്റിക്കൽ ആംഗിളിലൊക്കെ ഉണ്ടാവും. പക്ഷേ അതല്ല, വലിയ രീതിയിലുണ്ട്. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ അത് പവർ ആൻഡ് കറപ്ഷൻ എന്നുള്ളൊരു തീം ചെറുതായിട്ട് നമ്മൾ കൊണ്ടുവന്നു. പക്ഷെ അത് ചൂസ് ചെയ്ത മീഡിയം ഹൊറർ ആയിട്ട് പറയാൻ നോക്കി. അത് തന്നെയാണ്, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. അർജുൻ അശോകൻ നിരന്തരമായിട്ട് നമ്മളെ മാറി മാറി ചിന്തിപ്പിക്കുകയും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ തന്നെ അങ്ങനെ തന്നെ കുടികൊള്ളുന്നുണ്ട്. എല്ലാവരും സംസാരിക്കുന്നുണ്ട്. സെലക്ഷൻ എന്ന് പറയുന്നത് പാണനായിട്ട് വയറിങ്ങനെ രസമായിട്ട് ഒതുക്കി പിടിച്ചിട്ട് വളഞ്ഞു നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങൾ ശരിക്കും ആ ക്യാരക്ടറിന് യോജിക്കുന്ന ആളാണെന്ന് നമ്മൾ ആവർത്തിച്ച് പറയായിരുന്നു. വയറ് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു, ഞാനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രസമുള്ള ബോഡി ലാംഗ്വേജ് ആയിരുന്നു. അർജുൻ അശോകനെ കുറിച്ചാണ് ഈ പറയുന്ന കൂട്ടത്തിൽ പലരും യങ്സ്റ്റേഴ്സൊക്കെ സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ പുകഴ്ത്തൽ കിട്ടുന്ന അർജുനാണ്. അർജുൻ്റെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് ആണെന്നാണ് ആളുകളൊക്കെ എഴുതുന്നത്. സന്തോഷം തോന്നില്ല? തീർച്ചയായിട്ടും. വയറ് ഒതുക്കി പിടിക്കാന്ന് വെച്ചാല് പറയാൻ പറ്റില്ല. അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ എൻഡിൽ വരുന്ന ഒരു പോസ്റ്റർ ഉണ്ട്. അതല്ല അത് ക്യാരക്ടർ നല്ലപോലെ അതിങ്ങനെ പേടിയും പിന്നെ ഇത്രയും പ്രശ്നങ്ങളിലൂടെയൊക്കെ വന്ന് ഇവിടെ എത്തിപ്പെട്ടതിന്റെ ഒരു ക്ഷീണം, അങ്ങനെ അതൊക്കെ കൊണ്ട്
ഓൾറെഡി വിധേയത്വം പരിപാടിയൊക്കെ കീപ്പ് ചെയ്തിട്ടാണ് അങ്ങനത്തെ ഒരു ഹഞ്ചും പരിപാടി. ഇവരിങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാവരുടെ അടുത്തും നിൽക്കുക. അതെ, കാരണം എല്ലാവരും ഹെഡാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് പിന്നെ നിങ്ങളാണ് അതിൽ ശരിക്കും പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യിപ്പിക്കുന്നത്. പാണനാണ് ഡിസ്കസ് ചെയ്യിപ്പിക്കുന്നത്. പാണനെ കുറിച്ചുള്ള എഴുത്ത് എനിക്ക് തോന്നുന്നു ടി.ഡി. രാമകൃഷ്ണൻ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത് തന്നെ അതിൻ്റെ ഒരു ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ചെറിയ ഡയലോഗ്സാണ്, പക്ഷേ വലിയ ആശയങ്ങളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ലളിതമായിട്ടാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ വലിയ ആശയങ്ങൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ടാമത്തെ വായനയ്ക്ക് നമുക്ക് വ്യക്തമാവും. അത് മനഃപൂർവ്വമായിട്ട് എടുത്തൊരു അപ്രോച്ചാണോ ടി.ഡി. രാമകൃഷ്ണൻ സാറിന്? ടി.ഡി. സാറിൻ്റെ കൂടെ നമ്മൾ സംസാരിച്ചാലേ എനിക്ക് അതിലേക്ക് കുറേ കൂടെ ഒരു റിച്ച്നെസ്സിന് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് തോന്നി. കാരണം പീരിയഡ് സെറ്റിംഗ് ആയതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു ലാംഗ്വേജ് നമുക്ക് മസ്റ്റാണ്. സംഭവം മിനിമലാണ്. നമ്മൾ പറയുന്ന ഡയലക്റ്റും ഡയലോഗ്സും അതിൽ ക്യാരക്ടേഴ്സ് ഡെലിവറി ഇതെല്ലാം വളരെ മിനിമലിസം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ബട്ട് അതിൽ ഈ ചെറുതായിട്ട് ഈ പൊളിറ്റിക്കൽ ആംഗിൾ കയറുന്നത് മേ ബി സാറിൻ്റെ ഒരു ചെറുതായിട്ടല്ല, ആദ്യം മുതൽ അവസാനം വരെ എല്ലാ ഡയലോഗ്സും പൊളിറ്റിക്കലാണ്. അങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക, അങ്ങനെ കാണാൻ പറ്റുള്ളൂ എൻഡിലേക്ക് എത്തുമ്പോൾ, ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ. ഇപ്പോൾ ജയമോഹൻ സാറ് അവിടെ തമിഴിൽ പൊന്നിയൻ സെൽവത്തിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ ടി.ഡി. രാമകൃഷ്ണൻ ഇതിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സിനിമയിലെ മാറ്റത്തെ ഭയങ്കര രസമായിട്ട് സന്തോഷത്തോടെ നോക്കിക്കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. നല്ലൊരു മാറ്റമാണ്, അപ്രീഷിയറ്റബിൾ ആണ്. ഈ ചതുരം OTT-യിൽ നമ്മുടെ സൈന പ്ലേയിലായിരുന്നു അത് റിലീസ് ചെയ്തത്. OTT-യുടെ ട്രാഫിക് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വന്നു ആ സിനിമ ഇറങ്ങി. അതെ, കാരണം നമ്മൾ അതുവരെ പ്രതീക്ഷിക്കാത്തൊരു ട്രാഫിക്കാണ് വന്നത്. സൈനക്കാർ തല കൈവച്ചെങ്കിലും ഞാനവിടെ കിടന്ന് തുള്ളിച്ചാടുക. ആ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 7 ഡേയ്സിനുള്ളിൽ 70,000 സബ്സ്ക്രൈബേഴ്സ് വരുന്നു, 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വരെ ഇതിനകത്തേക്ക് വരുന്നു എന്ന് പറയുന്നത്. ഒരുപക്ഷെ തിയേറ്ററിൽ ചർച്ച ചെയ്ത സിനിമയാണ്, കുഴപ്പമില്ലാതെ പോയതാണ്. പക്ഷേ ഏത് ഈ OTT വന്നപ്പോഴാണോ സന്തോഷം കൂടുതൽ തോന്നിയത്? എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഈ കുതിച്ചുപോയ മറ്റേ അവിടുത്തെ ബാക്ക് എൻഡ് ക്രാഷ് ആയി എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു ആവട്ടെ. ഈ സ്പിരിറ്റിൽ ശ്രദ്ധിക്കപ്പെട്ടതിന് ശേഷം പിന്നെ അഭിനയത്തിൽ ശ്രദ്ധിക്കുന്നത്, പിന്നണിയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ചതുരം ശ്രദ്ധിച്ചെങ്കിലും അഭിനയത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഈ പടത്തിലാണ്. ഇത് ബെഞ്ച് മാർക്കാണ്, ഇല്ലെങ്കിൽ ഇത് കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ആണെന്ന് എഴുത്തുകളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. നിങ്ങൾ ആ ചവയ്ക്കുന്ന സംഭവമില്ലേ, അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. ആ ക്യാരക്ടറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എനിക്ക് അത് ചവയ്ക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ പോലും എനിക്കൊന്ന് ചവച്ചാലോ എന്ന് തോന്നി. അടിപൊളി, താങ്ക് യു. വർക്ക്ഔട്ട് ചെയ്ത ക്യാരക്ടറിലേക്ക് ഒരു അഡീഷൻ ആയിരുന്നു അത്. ഒരു ക്യാരക്ടർ ട്രേറ്റ് പോലത്തെ ഒരു അഡീഷൻ ആയിരുന്നു അത്. അയാൾ ഈ വെറ്റിലയിലൂടെ അല്ലെങ്കിൽ ആ ഒരു ലഹരിയിൽ ഇങ്ങനെ നിൽക്കുന്നു, കുറച്ച് സബ്ഡ്യൂഡായിട്ട്. അതുകൊണ്ടായിരിക്കാം എന്നുള്ളതിൻ്റെ ഒരു സാധനമൊക്കെ കണ്ടുപിടിക്കില്ല. നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ചില സാധനങ്ങളാണ്. ഫീൽ സോ ഹാപ്പി വെൻ പീപ്പിൾ അപ്രീഷിയേറ്റ് ദാറ്റ്. അടിപൊളിയായിട്ടുണ്ട്. ഈ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, സൗണ്ട് ഡിസൈൻ പറഞ്ഞതുപോലെ, മ്യൂസിക് പറഞ്ഞതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഭരണികൾ അടുക്കി വെച്ച ഒരു പിക്ചറിനെ കുറിച്ച് നമ്മൾ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അത്തരം ഒരു പിക്ചർ നമ്മൾ ഈ എന്നോ വായിച്ച നാടോടി കഥകളിൽ എവിടെയോ കണ്ട, ഇപ്പോൾ 1001 അറേബ്യൻ രാവുകളൊക്കെ വായിക്കുമ്പോൾ ഭരണികൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ കള്ളന്മാരുടെ കഥ വായിക്കുമ്പോഴൊക്കെ 41 കള്ളന്മാരൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഭരണികളുടെയൊക്കെ ഒരു സംഗതി. അന്ന് വായിച്ച നാടോടി കഥകളോ ഏതോ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒറ്റ പിക്ചറായിരുന്നു. സൂപ്പർ കമ്പോസിങ്, അതങ്ങനെ തന്നെ നിങ്ങൾ ചെയ്തു എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ ഏറ്റവും നല്ലൊരു പിക്ചർ എടുക്കാൻ ഇനി അതും കൂടെ ചേർത്ത് എടുക്കേണ്ടി വരും. അത് ആ ഇമേജസ് ഒക്കെ ജ്യോതി ശങ്കറാണ് അതിൻ്റെ ആർട്ട് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ജ്യോതി ശങ്കറിൻ്റെ ആദ്യം തന്നെ പറഞ്ഞു ഇങ്ങനത്തെ കുറച്ച് ഒരു എൻഹാൻസ്ഡ് എലമെൻറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ രസമായിരിക്കും, വലിയ ഭരണികളാണ്. അങ്ങനെ ഞങ്ങൾ കുറേ സെർച്ച് ചെയ്തു. അപ്പോൾ ആ ജ്യോതിഷേട്ടൻ പറഞ്ഞത് കിട്ടില്ല, ഒന്നുമില്ലെങ്കിൽ നമ്മളത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പോയിന്റിൽ അത് വളരെ ഇമോഷണൽ ഒരു സ്പേസാണ് ആ ഒരു സീക്വൻസ്, ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ആ സീന്. അപ്പോൾ ആ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ കുറച്ച് ഇമേജ് വൈസ് നമുക്ക് എന്ത് യുണീക്നെസ് കൊണ്ടുവരാം, എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇവർ രണ്ടുപേരും ഇരുത്താം, പ്രൊഫൈലിൽ ഷൂട്ട് ചെയ്യുക, ബാക്ക് ഡ്രോപ്പ് ഇത്രയും ഡെപ്ത് കിട്ടണം, ഈ രീതിയിൽ ലൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു, അതും അത്രയും ഒരു സിംഗിൾ ടേക്ക് ആ സീനിൽ മാത്രമേ ഉള്ളൂ. ആദ്യം കട്ട് ഷോട്ട് ആയിരുന്നില്ല പ്ലാൻ ചെയ്തത്. ഫസ്റ്റ് കട്ട് ഷോട്ട്, പിന്നെ അതിന്റെ ഒരു ബ്യൂട്ടി കണ്ടപ്പോൾ കമ്പോസ് ചെയ്ത് എല്ലാം കണ്ടപ്പോൾ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഒരു സിംഗിൾ ടേക്ക് തന്നെ അത് പോവാ, ഒരു പോയിന്റ് എത്തുമ്പോഴാണ് അത് കട്ട്സിലേക്ക് പോകുന്നത്. ഈ അർജുനൊക്കെ കളർ പടം മാത്രം കണ്ടിട്ടുള്ള ആൾക്കാരാണ്, ഇല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു തരത്തിലും അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് റീവിസിറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഇതിൽ വന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ കുറിച്ച് പറയുമ്പോഴും കുറച്ച് കഴിയുമ്പോഴാണല്ലോ കൺവിൻസ്ഡ് ആയത്. എവിടെ കൺവിൻസ്ഡ് ആയിരുന്നു? ആക്ച്വലി ഞാൻ പിച്ച് ചെയ്യുമ്പോൾ ഇവരുടെ ആർക്കും കളർന്ന് പിച്ച് ചെയ്തിട്ടില്ല.
എല്ലാം ബ്ലാക്ക്. എല്ലാവരും ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്, അടുത്ത പടം അങ്ങനെയാണ്. അപ്പൊ ആർക്കും സെക്കൻഡ് ചോദ്യം ചോദിച്ചില്ല. തോട്ടില്ല. മേക്കറിന്റെ വിഷനാണ്, നമ്മളത് ജഡ്ജ് ചെയ്യേണ്ട ഒരു ആളായിട്ടും ഇല്ല, അതിന്റെ തോട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ഭൂതകാലം തന്നെ പടം നമുക്കറിയാം നല്ല രസമായിട്ട് വന്നു. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഈ പടം ചെയ്യുമ്പോൾ. പിന്നെ മമ്മൂക്കയുടെ ലുക്കും കാണിച്ചു തന്നായിരുന്നു റെഫറൻസ്. അപ്പൊ അതിലൊക്കെ കഴിഞ്ഞപ്പോ ഓക്കെ റെഡി. ഈ വീട്ടിൽ നിന്ന് കമന്റ്സ് പറയുന്നില്ല, അച്ഛൻ കമന്റ് പറഞ്ഞു എന്താണ് ഈ പടം കണ്ടിട്ട്? നല്ല ഹാപ്പിയാണ്, പ്രൗഡാണ്. പ്രൗഡ് ഓഫ് യു മൈ സൺ. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അത്രയും പൊഴുത്തണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഒരു പക്ഷെ. ഇല്ല, ഞാൻ കണ്ട് സംസാരിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഡിസ്കഷൻ ഒന്നും ഇല്ല പടങ്ങളെ പറ്റി. പിന്നെ നന്നായിട്ടുണ്ടെങ്കിൽ നന്നായി എന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. കരിയർ ബെസ്റ്റാന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് കിട്ടിയത് രോമാഞ്ചത്തിനാണത്. അപ്പൊ അത്രയൊക്കെ ഉള്ളു. പിന്നെ കൂടുതലായിട്ട് ഈ തള്ളി മറിക്കേണ്ട ആവശ്യമില്ല. കാര്യമായിട്ട് പറഞ്ഞാൽ പോലെ അച്ഛനല്ലേ. അതെ അതെ. ക്രിസ്റ്റോ ശരിക്കും ഇപ്പോൾ സ്റ്റാറ്റസുകളെല്ലാം ഇതായി മാറുന്നുണ്ട്. ക്രിസ്റ്റോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന് പറയുന്നത്. ക്രിസ്റ്റോ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു സുഷിൻ ശ്യാമിന്റെ പുറകെ നടന്നിട്ടാണ് സുഷിൻ ശ്യാമിനെ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു, എങ്ങനെയായിരുന്നു അത് സംഭവിച്ചത്? ഞാൻ ഭയങ്കര ഫാൻ ബോയ് ആയിരുന്നു, സുഷിൻ ചേട്ടൻ്റെ ഭയങ്കര ഫാൻ ബോയ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ സുഷിൻ ചേട്ടനെ കണ്ടുപിടിക്കാനുള്ള പരിപാടികൾ സ്റ്റുഡിയോയിലൊക്കെ ചോദിക്കും, സുഷിൻ ശ്യാമിനെ അറിയോ, ഇവിടെ വരാറുണ്ടോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു സ്ഥലത്ത് പിന്നെ ഫ്രെഡീസ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഉണ്ട് കലൂര്. അപ്പൊ അവിടുത്തെ നിഖിലേട്ടനോട് ഇങ്ങനെ വെറുതെ ഇതുപോലെ സംസാരിച്ചപ്പോൾ നിഖിലേട്ടൻ പറഞ്ഞ് സുഷിൻ പണ്ട് ഇവിടെ വന്നിട്ടുള്ള അങ്ങനെ ഒരാളെ കിട്ടി. പിന്നെ നിഖിലേട്ടനോട് ഇങ്ങനെ ജസ്റ്റ് എൻ്റെ കാര്യം ഒന്ന് പറയോ ഇങ്ങനെ വേണമെങ്കിൽ. പിന്നെ നമ്പറൊക്കെ ഒപ്പിച്ച് ഞാൻ ഒരു ദിവസം വിളിച്ച് പേടിച്ച് കുറച്ച് കൈയൊക്കെ വരച്ച് വിളിച്ച്. സുഷിൻ ഞാൻ വരത്തൻ്റെ മിക്സിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലഡ് വന്നു, പിന്നെ മീറ്റ് ചെയ്യാൻ കുറച്ച് സമയം ഗ്യാപ്പ് വന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ വീണ്ടും വിളിച്ചിട്ട് സുഷിൻ്റെ വീട്ടിൽ പോയി മീറ്റ് ചെയ്തു. മറ്റേ ഇതുപോലെ തന്നെ എനിക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ട് കൈയൊക്കെ വരച്ച ഷെയ്ക്കാൻ്റെ കൂടെ തന്നെ കൈയൊക്കെ വേർത്തിരിക്കണായിരുന്നു. അതിട്ട് പിന്നെ അന്ന് കണ്ട് സംസാരിച്ച്. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് സുഷിൻ ചേട്ടൻ്റെ ഒരു സ്പേസ് ഇല്ല, ഒരാളും കൂടി ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായില്ല. സുഷിൻ ചേട്ടൻ പറഞ്ഞ് വെയിറ്റ് ചെയ്യും, ഞാൻ ഇതാകുമ്പോൾ പറയാം. പിന്നെ ഞാനൊരു ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കുടുംബം ഇടക്ക് വിളിക്കും, ശല്യം ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ്. അങ്ങനെ ട്രാൻസിന്റെ ടൈമിൽ നേരത്തെ ഇടയ്ക്ക് ഷോർട്ട് ഫിലിംസും പരസ്യങ്ങളൊക്കെ വരും. കുറച്ച് പോയിന്റ് ആയപ്പോൾ അങ്ങനെ വരാതെ ഞാൻ ഇങ്ങനെ ഇരിക്കണായിരുന്നു. അങ്ങനെ ഒരു ദിവസം വിളിച്ച് ഇങ്ങനെ എൻ്റെ ആവശ്യമാണ് സുചേട്ട, ശല്യമാണെന്ന് അറിയാം, എന്നാലും എങ്ങനെയും അവിടെ സൈഡിലാണ് വരാൻ പറഞ്ഞ് അങ്ങനെ പോയി. ട്രാൻസിൻ്റെ ടൈമിൽ ആദ്യത്തെ 2 ആഴ്ച സൈഡിൽ സ്റ്റൂഡിട്ടിരുന്നു, സുശാന്ത് ചെയ്യണമൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ അതിന് മുമ്പ് മറ്റേ പ്രൊഡക്ഷനൊക്കെ കുറച്ച് യൂട്യൂബൊക്കെ നോക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു, ബേസിക് പരിപാടികളൊക്കെ. അങ്ങനെ സുഷിൻ എന്തായാലും അഭിമാനിക്കാം ആവണം, കാരണം എന്നെ സംബന്ധിച്ച് ആയി. അതെ 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 മറ്റേ ഒരിക്കലും ചീത്തപ്പേര ആവരുത് ഇതുണ്ട്. നിങ്ങൾ മ്യൂസിക് ശരിക്കും പറഞ്ഞാൽ സൈലൻസ് കൂടെ ചേരുന്ന മ്യൂസിക്കാണ്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഈ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നതിനകത്ത് പല സ്ഥലത്തും സൈലൻസ് ഭയങ്കര പ്രോപ്പറായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് സംവിധായകൻ്റെ ഒരുപാട് ഇൻപുട്സ് ഉണ്ടാവും. സൈലൻസ് ആണ് ശരിക്കും ആ കത്തിക്കുന്ന സ്ഥലങ്ങളിൽ കത്തുന്നതിൻ്റെ കാരണം എന്നുള്ളത് തിയേറ്ററിലിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ഇരച്ച് കയറി വരില്ല. പിന്നെ നിങ്ങൾ ചെയ്തൊരു സാധനം എന്ന് പറയാം, പുള്ളുവൻ പാട്ട് സാധനത്തിനെ ആ മോഡേൺ ഇൻസ്ട്രുമെൻസിൻ്റെയും മോഡേൺ മ്യൂസിക്കിൻ്റെയും കൂടെ സാധനത്തിൽ പുഷ് ചെയ്തു. അപ്പോൾ ശരിക്കും സത്യത്തിൽ ഉള്ളിൽ തിയേറ്ററിൻ്റെ ഉള്ളിൽ അത് വേണമായിരുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യമാവുന്നൊരു സാധനം. അത് ഉറപ്പായിട്ടും. ഇപ്പോൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ അടിയിൽ ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കുള്ള കുറച്ച് മോഡേൺ സാധനങ്ങളുണ്ടെങ്കിൽ എന്നാൽ ഇതിനെ ശല്യം ചെയ്യാത്ത രീതിയിൽ താഴെ വെച്ച് കഴിഞ്ഞാൽ അത് എന്നാലേ മറ്റേ നെഞ്ചത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതെ അതെ അതെ, സുശീൽ നന്നായിട്ട് അത് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളും ചെയ്തപ്പോൾ അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഈ അധികാരം ഒരു വിഷയമാണ്. കീഴാളൻ മേലാളൻ എന്ന് സംസാരിച്ചിരുന്ന സ്ഥലത്ത് വേറൊരു ആൾക്ക് അധികാരം കിട്ടിയാലും, അത് കീഴാളനായിക്കോട്ടെ, അധികാരം കിട്ടിയാലും അധികാരത്തിൻ്റെ മത്ത് എല്ലാവരെയും ബാധിക്കും. അതിൻ്റെ എലമെൻറ്റ്സ് പല സ്ഥലത്തായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കൂടുതൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയേണ്ടതില്ല, കാരണം കാണുന്നവരുള്ളവർ അങ്ങനെ സസ്പെൻസ് ഇട്ട് തന്നെ കാണട്ടെ എന്നുള്ളതാണ്. അതും ഈ എലമെൻറ്റ് കൃത്യമായിട്ട് സംസാരിച്ചിട്ടുള്ള എലമെൻ്റാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഏറ്റവും പ്രോപ്പർ എലമെൻറ്റ് ആ അധികാരത്തെക്കുറിച്ച് പറയലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആയിരുന്നോ? ഈ 3 ക്യാരക്ടർ തമ്മിലുള്ളൊരു പവർ ഡൈനാമിക്സ് ആണ്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അതെങ്ങനെ ഷെയർ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സെൻട്രൽ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡയലോഗ്സും ഓരോ റെവലേഷൻസ് വരുന്നതും പിന്നെ അതിൻ്റെ ഒരു അണ്ടർലൈനിങ് തീമായിട്ട് ഈ പവറും കറപ്ഷനും ഒക്കെ ആയിട്ട് പറഞ്ഞു പോകുന്നത്. സോ
കൂടുതൽ പറഞ്ഞാൽ അത് അല്ല, അത് കുഴപ്പമില്ല, അത് അത്രയും മതി. കണ്ടു കഴിഞ്ഞവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. ഈ മമ്മൂക്ക ചില സ്ഥലങ്ങളിൽ മാറ്റം എന്ന് പറയുന്നത് പെട്ടെന്ന് മാറുന്ന അവസ്ഥ ഭയങ്കര രസമായിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നെ അത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രാമ ആയി പോകരുത്, സെറ്റിലായിരിക്കണം. അത് ആ മനുഷ്യൻ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്ക് വിമർശിക്കാൻ പറ്റാത്ത രീതിയിൽ നന്നായി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത് കണ്ടു നിൽക്കുമ്പോൾ റീടേക്ക് പോവേണ്ടി വരുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് സങ്കടമാവില്ലേ? ഇത് വീണ്ടും കിട്ടുമോയെന്ന് അങ്ങനെ ഒരു ആക്ച്വലി ഈ ക്യാരക്ടർ കൊടുവൻ പോറ്റി എന്ന് പറഞ്ഞ ക്യാരക്ടർ സ്ക്രിപ്റ്റിൽ ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്, വളരെ അൺപ്രഡിക്റ്റബിൾ ക്യാരക്ടറാണ്. ഇമോഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും സെയിം സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് പെട്ടെന്ന് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇമോഷൻലെസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പെട്ടെന്ന് ദേഷ്യവും പെട്ടെന്ന് കൂളാവും. സോ അത് കറക്റ്റായിട്ട് നമുക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കിയിട്ട് പുള്ളി ഡെലിവർ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റിംഗ്. റീടേക്ക് പോകുമ്പോൾ ടെൻഷൻ അടിച്ചോ? ഈ സാധനം തന്നെ നമ്മൾ ഇല്ല, പൊതുവെ ഇല്ല, മാക്സിമം 1-2 ടേക്ക്, അതിൽ തന്നെ നമ്മൾ ഹാപ്പി. അതിന് മുമ്പ് കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചോദിക്കാം എന്താണ് വേണ്ടത്, ഏത് മീറ്ററിലാണ്, എങ്ങനെയാണ്. പിന്നെ റിഹേഴ്സൽ നമ്മൾ ചെയ്യും, അതിൽ കറക്റ്റ് ചെയ്യുമല്ലോ, അതിലെല്ലാം കറക്റ്റ് ആവും. എന്നിട്ട് ഇതെല്ലാം ഫൈനൽ ആക്കിയതിന് ശേഷമാണ് ഈ ടേക്കിലേക്ക് പോകുന്നത്. സോ ദാറ്റ്സ് വൈ ലിമിറ്റഡ് ടേക്സ് ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ പറഞ്ഞില്ല, ഒരു ടേക്ക് കഴിഞ്ഞിട്ട് ഇത് അങ്ങനെ അതൊക്കെ ആ റിഹേഴ്സലിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഈ സംവിധായകൻ കൂടെയാണ് ഒബ്സർവ് ചെയ്യുന്നത്. അർജുൻ അശോകൻ പൊതുവെ ചെറുപ്പക്കാരനായിട്ടുള്ള ആളാണ്. ഈ രണ്ടുപേരും കൂടെ മമ്മൂക്കയുടെ അഭിനയം കാണുന്ന സമയത്ത് മുമ്പിൽ സ്ട്രൈറ്റ് കാണുകയാണ്. ആ സമയത്ത് മുമ്പും കണ്ടിട്ടുണ്ട് എങ്കിലും ഇത് കണ്ടപ്പോൾ എന്താ തോന്നിയത്? നമുക്ക് കളറിൽ കാണാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ സുഖമായിട്ട് തോന്നിയത്. അടിപൊളിയായിരുന്നു. കാരണം ഇപ്പൊ എല്ലാത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നമ്മളൊരു സ്ക്രിപ്റ്റ് വായിക്കുക അല്ലെങ്കിൽ ആ സീൻ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്വയമേ ചിന്തിക്കുമല്ലോ, ഇത് ഇങ്ങനെ ആയിരിക്കും, ഇപ്പം ഇങ്ങനെ ആയിരിക്കും ഡെലിവർ ചെയ്യാൻ പറ്റിയ ആള്. പക്ഷെ അത് പ്രെഡിക്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ അപ്പുറമാണ് ഡെലിവർ ചെയ്യുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് ഒരു സെക്കൻഡ് മറ്റേ ഇങ്ങനെ കണ്ട് വണ്ടടിച്ചിരുന്നു, പിന്നെയാണ് അല്ലെങ്കിൽ ഷൂട്ടാണ് ഓക്കെ, ബാക്കി നമ്മൾ ഡയലോഗ് പറയാന്നുള്ള രീതി. പക്ഷെ അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് പറഞ്ഞ് ഫലിപ്പിക്കാറില്ല. ഇപ്പോൾ അർജുൻ ഇപ്പോൾ പ്രണയവിലാസം ആയിക്കോട്ടെ, അജഗജാന്തരം ആയിക്കോട്ടെ, രോമാഞ്ചം ആയിക്കോട്ടെ, ഈ പടങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് വേറെ വേറെ ക്യാരക്ടേഴ്സാണ് അതിനകത്ത് വരുന്നത്. ഒരുപക്ഷെ പടത്തിൻ്റെ ജോണർ അത് ഉണ്ടായിരിക്കാം. ഈ സെലക്ഷൻ പ്രോസസ്സ് പൊതുവിൽ കാണാറില്ലാത്തതാണ്. ക്ലീശ അടിക്കാറുണ്ട് ചിലപ്പോൾ, പലരും ചെയ്യുമ്പോൾ അങ്ങനെ പെട്ടുപോകാറുണ്ട്. പക്ഷേ അർജുൻ ഇതുവരെയും പെട്ടിട്ടില്ല. പ്രേമം ചെയ്യുമ്പോഴും ആ പ്രണയത്തിനകത്ത് ഇപ്പോൾ സൂപ്പർ ശരണ്യന് വന്നാലും അതിനകത്ത് ഉള്ള ക്യാരക്ടറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്നാൽ അധികം പിടിക്കുന്നുമില്ല. ഇത് മാറ്റി മാറ്റി പിടിക്കുന്നതാണോ അതിൻ്റെ രഹസ്യം? എനിക്ക് മാറി മാറി ചെയ്യാനാണ് താല്പര്യം. ഒരു ടൈപ്പ് കാസ്റ്റഡ് പരിപാടി അല്ലാണ്ട് റിപ്പീറ്റ് ചെയ്യാൻ ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കുന്നുണ്ട്. പക്ഷെ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. അജഗജാന്തരം എനിക്ക് വില്ലൻ ഭയങ്കര ഇഷ്ടമാണ് പരിപാടി ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ പരിപാടികളിൽ ഇങ്ങനെ കഥ കേൾക്കുമ്പോൾ നമുക്ക് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്ന ക്യാരക്ടേഴ്സ് പിടിക്കുക, റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ പിന്നെ ചില മറ്റേ രോമാഞ്ചം ഭയങ്കര ലക്കിന് വന്ന ക്യാരക്ടറാണ്. പിന്നെ വരത്തൻ ഭയങ്കര ലക്കിന് വന്നതാണ്. ബിടെക് വൻ ലക്കിനാണ്. കാരണം മന്ദാരം ചെയ്യുമ്പോഴാണ് ആസിഫ് കെയും മൃദുലേട്ടൻ എന്നെ കണ്ടിട്ട് അതിലേക്ക് വിളിക്കുന്നത്. പിന്നെ ബ്രഹ്മയുഗം ലക്കിന് വന്ന ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ എല്ലാം ലക്കാണ്. പക്ഷേ ഇതൊരു ലക്കാണ് കേട്ടോ, നല്ല ലക്കാണ്. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് മനസ്സിൽ ആലോചിച്ചത് എന്താ വെച്ചാൽ, അമ്മ ഉണ്ടായിരുന്നെങ്കിൽ, അസാധ്യമായിട്ടുള്ളൊരു ആക്ട്രസ്സാണ്. അപ്പോൾ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു ഈ പടം കണ്ടു കഴിയുമ്പോഴത്തേക്ക്. അമ്മയെ ഓർത്തിട്ടുണ്ടാവുമല്ലോ മനസ്സുകൊണ്ട്. ഇപ്പം എന്നെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയായിരിക്കും അവർ പറയണായിരിക്കും, ത്രൂ യു പീപ്പിൾ. അതെ, ഞങ്ങൾ വഴിയാണ് അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. അത് നല്ല തോട്ടാണ്, ഈ സിനിമയായിട്ട് യോജിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഈ പേടിപ്പിക്കൽ എന്ന് പറയുന്ന പരിപാടി ചെറിയ പരിപാടിയല്ല. പ്രത്യേകിച്ച് മലയാളികളെ പേടിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പരിപാടിയാണ്. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ പേടിപ്പിക്കൽ തന്നെ വേണം. ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, സിനിമ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വെറും യക്ഷി പ്രേതം മറുതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കാൻ വലിയ പാടാണ്. നമ്മളിനി പേടിപ്പിക്കാൻ തോന്നണ്ട, നമ്മൾ വലിയ വലിയ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞ് മസിൽ പിടിച്ചിരിക്കും. പക്ഷേ ഇതിനകത്ത് എൻ്റെ അടുത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ ഈ അർജുൻ അശോകൻ പടി കയറി പോകാൻ പോകുന്ന സമയത്ത് എടാ പോവല്ലേടാ എന്ന് പറയുന്നത് ഇത്രയും എഫക്ട് ചെയ്തു, മനസ്സിലായോ? അത് അവരുടെ കമന്റ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? വേറെ റെസ്പോൺസ് എന്താ വെച്ചാല്, ഇത് ഒരു പോയിന്റിൽ സ്റ്റക്ക് ആവുമല്ലോ. അപ്പൊ ലാസ്റ്റ് അത് ബ്രേക്ക് ചെയ്ത് പുറത്ത് ആൾക്കാര് മറ്റേ
ഈ ഒരു സാധനം ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പൊ അത് കാണാൻ വേണ്ടി നിൽക്കുക സൈഡിൽ. പിന്നെ മെസ്സേജ് അയക്കുമ്പോഴും എല്ലാവരും വരുന്നത് പണി ലാസ്റ്റ് ആയപ്പോഴാണ് ഒന്ന് സമാധാനമായത്. കിട്ടി. ഈ ഷോട്ട് പുഴയെ നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത് ആ വന്യത കാണിക്കാൻ വേണ്ടിയിട്ട്. വന്യത ആദ്യം മുതൽ കാണിക്കുന്നുണ്ട്, പക്ഷെ അതിലും വന്യമാണ് കടക്കരുത്, അപ്പുറത്ത് കടന്നു പോകരുതല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വന്യത കാണിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറായിട്ട് സൗണ്ടും രസമായിരുന്നു, ഷോട്ടും രസമായിരുന്നു. അത് വെക്കുന്ന സമയത്ത്, ആ ഷോട്ട് കാണുന്ന സമയത്തോ ഇല്ലെങ്കിൽ പുഴ കാണുന്ന സമയത്തോ ഒക്കെ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ട പിക്ചറിനെ ശരിക്കും വിഷ്വലൈസ് ചെയ്യാൻ കഴിഞ്ഞോ, അത് എൻഹാൻസ് ചെയ്യാൻ കഴിഞ്ഞോ പുഴയെ? മെയിൻ ചാലഞ്ച് ആ പുഴ നമുക്ക് എല്ലാവരും കണ്ട അതിരപ്പള്ളി എല്ലാവർക്കും അറിയുന്നത്. പക്ഷെ അതിനെ അതിൻ്റെ ഒരു സ്കെയില് വലുതാക്കാനും അതൊരു ഏത് രീതിയിൽ കാണാത്ത ആംഗിൾസിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞത് ഇപ്പൊ ഈ പറഞ്ഞപ്പോഴാണ് അതിൽ ഫസ്റ്റ് കഴിഞ്ഞുകൊണ്ട് ഒരു ടോപ്പ് ആംഗിൾ ഷോട്ട് ഉണ്ട്. അതിൽ അർജുനൊക്കെ നിൽക്കുന്നത് എൻഡിലാണ്. എനിക്ക് ഒരു പോയിന്റിലെത്തിയപ്പോ ഞാൻ അർജുൻ കൂടെ ഒന്ന് അങ്ങോട്ട് ഇങ്ങനെയാണ് നമുക്ക് കാണുമ്പോ പരന്ന് തോന്നും, പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോണത്. ഞാൻ എന്റെ ഇപ്പൊ എങ്ങനെ എന്റെ ആവുന്ന അവിടെ. ഞാൻ ആക്ച്വലി ഈ റീല് എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ അർജുനെ വിളിച്ചു, നിങ്ങൾ എങ്ങനെ അവിടെ, എനിക്ക് ഹൈറ്റ് പേടിയാ, ഇങ്ങനെ അവിടെ പോയി നിന്നത് ഞാൻ ചോദിച്ചത്. ഭയങ്കര റിസ്കി ആയിട്ട് ഭയങ്കര റിസ്കി ആയിരുന്നു. കാരണം എല്ലാവരും അങ്ങോട്ട് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് പേടിയാണ് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നേരെ താഴേക്കാണ്. കാറ്റടിച്ചാൽ പിന്നെ ഫ്ലാഷ് ഫ്ലഡ് മേളില് അപ്പർ ചാനലില് തുറക്കുവാണെങ്കിൽ നമുക്ക് അറിയില്ല, വെള്ളം കയറും, നമുക്ക് അറിയില്ലോ. മഴ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പൊ തുടക്കം തന്നെ വിഷ്വല് അത്രയും ഒരു ലാർജർ ഫോമാറ്റ്, ഒരു വലിയ വിഷ്വലായിട്ട് തുടങ്ങുന്നതായിരുന്നു. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒരു ക്ലസ്ട്രോഫോബിയ ഫീൽ ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണല്ലോ. അപ്പൊ തുടക്കം അത്രയും ഒരു ലാർജ്നെസ് വലിപ്പം തോന്നിക്കാൻ കൊടുത്ത വാട്ടർ വോളിയം, അതിൻ്റെ ഹെവിനെസ് ഒക്കെ ആ സൗണ്ടിലും വിഷ്വലിലും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗ്രാജുവലി ഇതിലേക്ക് കയറുമ്പോൾ എല്ലാം കാം ആൻഡ് ക്വയറ്റ് ആൻഡ് സട്ടിൽ ആവുകയാണ്. അതിൻ്റെയാണ് അതിൻ്റെ തോട്ട്. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമതിരിക്കുമ്പോൾ ഇതിലെ പല കാര്യങ്ങളും സംസാരിക്കാൻ പറ്റും. പ്രോപ്പർ ആൻസർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അത് നമ്മൾ വരും ദിവസങ്ങളിൽ സംസാരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇതിൻ്റെ രാഷ്ട്രീയം കൃത്യമായിട്ട്, ഇതിൻ്റെ ജാതി സംസാരിക്കേണ്ടതുണ്ട്, ഈ അധികാരത്തെ പറ്റിയിട്ട് കൃത്യമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. ഈ പാണനെ കുറിച്ച് മമ്മൂക്ക പറയുന്ന ഒരു ഡയലോഗ് തന്നെ നമുക്ക് ഒരുപാട് ഡീകോഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അവസാനം വരുന്ന അർജുൻ അശോകൻ എന്താണ് ഏതാണ് ഇതൊക്കെ സംബന്ധിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ആരാണ് നമുക്ക് പിന്നെ സംസാരിക്കാം. എന്തായാലും തിയേറ്ററിൽ സക്സസ് ആയി പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു സിനിമ സക്സസ് ആവുന്നതിൽ ഒക്കെ നമുക്ക് എല്ലാവർക്കും സിനിമ അങ്ങനെ നോക്കിക്കാണുന്ന, ഇല്ലെങ്കിൽ സിനിമാ ഭ്രാന്തന്മാർക്ക് എല്ലാം ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാ സിനിമാ ഭ്രാന്തന്മാരും വന്നോ പൊളിയാണ്. ഫാമിലി ഭയങ്കരമായിട്ടാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. എന്റെ അളിയനായിട്ട് പറയണല്ല, അളിയൻ ഇതേപോലെ ഖത്തറിലാണ്. അപ്പൊ അവർക്ക് ഏജ് കാറ്റഗറി ഉള്ളതുകൊണ്ട് ഭാര്യമാരെ എന്റെ ചേച്ചിനെ കയറ്റിട്ട് പോയി. പക്ഷെ അതേപോലെ തന്നെ 3-4 പേരും ഉണ്ടായിരുന്നു കൊച്ചുങ്ങളെ നോക്കാനായിട്ട്. 2-3 ഭർത്താക്കന്മാര് അടുത്ത ഷോന് കയറാൻ. അടിപൊളി. അങ്ങനെ തുടരട്ടെ. അതെ, നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു.